മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാളും സ്പാനിഷ് വംശജനുമായ മിഗുവൽ ഏഞ്ചൽ ആയിസോ ഗുയിസോട്ട് ദിവംഗതനായി. 72 വയസ്സായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മതാന്തര സംവാദത്തിനായി അദ്ദേഹം നിരന്തരം ഇടപെടൽ നടത്തിയിരുന്നു. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ ലോക സമാധാനത്തിനും മനുഷ്യ സാഹോദര്യത്തിനുമായി ഒരു പ്രമാണത്തിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് യാഥാർത്ഥ്യമാക്കുവാൻ പ്രത്യേക ഇടപെടൽ നടത്തിയ വ്യക്തിയായിരുന്നു കർദിനാൾ മിഗുവൽ. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിലേക്കുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചരിത്രപരമായ സന്ദർശനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ആദ്യം മതാന്തര സംവാദത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ സെക്രട്ടറിയായും 2019 ഒക്ടോബറിന് ശേഷം ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്റ്റായും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ UAE, മൊറോക്കോ, ഇറാഖ്, കസാഖിസ്ഥാൻ, ബഹ്റൈൻ സന്ദർശനങ്ങളിൽ മുഖ്യ സംഘാടകനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. 1952 ജൂൺ 17 സ്പെയിനിലെ സെവില്ലയിൽ ജനിച്ച ആയുസോ 9 മക്കളിൽ 5-മനായിരുന്നു. സെവില്ലെ സർവകലാശാലയിൽ അദ്ദേഹം ആദ്യം നിയമം പഠിച്ചെങ്കിലും വൈദിക വിളിയിൽ ആകർഷനായി. 1973 അദ്ദേഹം കോംബോണിയിൽ മിഷണറീസ് ഓഫ് ദി ഹാർട്ട് ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്നു. 1980 നിത്യവ്രതമെടുത്തു. അതേ വർഷം തന്നെ വൈദികനായി അഭിഷിക്തനായി. 1982 പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബിക് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിൽ ലൈസൻസ് നേടി. 2000 ഗ്രാനഡ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോഗ്മാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം റോമിൽ തുടർസഭാ വിദ്യാഭ്യാസം നേടി. മതാന്തര സംവാദത്തിലുള്ള ആയുസോയുടെ വൈദഗ്ധ്യം 2007 മതാന്തര സംവാദത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ കൺസൾട്ടറായി അദ്ദേഹത്തെ നിയമിക്കുന്നതിന് കാരണമായി. 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പ അദ്ദേഹത്തെ മതാന്തര സംവാദത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. 2016 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ലുപ്പർസിയാനയിലെ ആർച്ച് ബിഷപ്പായും ടൈറ്റുലർ ബിഷപ്പായും നിയമിച്ചു. 2019 അദ്ദേഹത്തെ മതാന്തര സംവാദത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ പ്രസിഡന്റായും ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു. ഇതേ വർഷം ഒക്ടോബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. 2019 ഒക്ടോബർ 6 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ പൗരസ്ത്യ സഭകൾക്കായുള്ള കോൺഗ്രിഗേഷന്റെ അംഗമായി നിയമിച്ചിരുന്നു.